നമസ്കാരം വ്യൂവേഴ്സ്, ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി എല്ലാവർക്കും ന്യൂസ് റീഡിംഗ് മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഇന്ന് 2025 ജനുവരി 1. 2025 നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെയും പ്രത്യാശയുടെയും ശാസ്ത്ര പുരോഗതിയുടെയും അതുപോലെ നാടിൻ്റെ വികസനത്തിൻ്റെയും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പുതിയ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നിങ്ങൾ തീർച്ചയായും കേട്ടിരിക്കേണ്ട പ്രധാന വാർത്തകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയ എപ്പിസോഡ് ആരംഭിക്കുന്നു. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറുന്നത് അന്താചാരം. സ്വാമി സച്ചിദാനന്ദ. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ച് കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്നും ഇത്തരം അന്താചാരങ്ങൾ നീക്കാൻ ശ്രീനാരായണീയ സമൂഹം ഇടപെടണമെന്നും ശ്രീനാരായണീയ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടന മഹോത്സവ സമ്മേളനത്തിലാണ് ക്ഷേത്രാചാരങ്ങളിലെ പോരായ്മകളെ സ്വാമി വിമർശിച്ചത്. ശ്രീനാരായണീയ ക്ഷേത്രങ്ങൾ മാത്രമല്ല മറ്റ് ആരാധനാലയങ്ങളും ഭാവിയിൽ ഈ നിർദ്ദേശം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയെന്ന് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. കലാപകലുഷിതമായ മണിപ്പൂരിൽ നിന്നും പ്രത്യാശയുടെ വാർത്ത. ഒടുവിൽ മാപ്പ്. മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് 19ാം മാസം മനം മാറ്റം. മണിപ്പൂരിലുണ്ടായ വംശീയ കലാപത്തിൽ പുതുവർഷ തലേന്ന് സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ്. മെയ്തി കുക്കി വിഭാഗങ്ങൾ 2023 മെയ്യിൽ സംഘർഷം ആരംഭിച്ച ശേഷം ആദ്യമായാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ. BJPയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംസ്ഥാനത്തെ പാടെ അവഗണിക്കുന്നെന്ന ആക്ഷേപം ശക്തമായി ഉയരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മാപ്പപേക്ഷയെന്നതും ശ്രദ്ധേയം. സംവരണത്തെയും സാമ്പത്തികാനുകൂല്യങ്ങളെയും ചൊല്ലിയാണ് മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്തികളും കുക്കികളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. സംസ്ഥാനത്തുണ്ടായ കാര്യങ്ങളിൽ ഞാൻ ഖേദിക്കുന്നു. ഒട്ടേറെ പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. പലരും വീട് വിട്ടുപോയി. ഞാൻ ക്ഷമ പറയുന്നു. 2025 സംസ്ഥാനം സാധാരണ നിലയിലേക്കെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ബിരേൻ സിംഗ് ഇംഫാലിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭൂതകാല തെറ്റുകൾ എല്ലാ വിഭാഗങ്ങളും മറക്കണമെന്നും പൊറുക്കണമെന്നും സമാധാനത്തിലും അഭിവൃദ്ധിയിലും ഒരുമിച്ചു കഴിയണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാട്ടിൽ കലാപം വേണോ സമാധാനം വേണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ദയവായി കമൻ്റ് ചെയ്യൂ. 2025 ഒരു നാട്ടിലും ഇത്തരം കലാപങ്ങൾ നടക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. ഫുട്ബോൾ പ്രേമികൾ ഏറെ കാത്തിരുന്ന സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് നിരാശ. എതിരില്ലാത്ത ഒരു ഗോളിന് ബംഗാളിനോട് പരാജയപ്പെട്ടു. പുതുവർഷത്തെ പുഞ്ചിരിയോടെ വരവേൽക്കാൻ കേരള ഫുട്ബോൾ ടീമിന് ഭാഗ്യമുണ്ടായില്ല. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ കേരളത്തെ തോൽപ്പിച്ച് പശ്ചിമ ബംഗാൾ ചാമ്പ്യന്മാരായി. എക്സ്ട്രാ ടൈമിലേക്ക് നീളുമോ എന്ന് തോന്നിയ നേരത്ത് അധിക സമയത്ത് 4ാം മിനിറ്റിൽ റോബി ഹൻസഡിയാണ് ഗോൾ നേടിയത്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗാൾ സന്തോഷ് ട്രോഫി നേടുന്നത്. ടീമിൻ്റെ 33ാം കിരീടവും. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ബംഗാളിനോട് തോൽക്കുന്നത് 3ാം തവണ. സെമിയിൽ റെഡ് കാർഡ് കണ്ട മനോജിന് പകരം ആദിൽ അമൽ ആദ്യ 11-ൽ വന്നതാണ് കേരള ടീമിലെ മാറ്റം. ബംഗാൾ ടീമിൽ നാരോഹരി, ശ്രേഷ്ഠ, ഇസ്രഫുൽ ഡിവാൻ എന്നിവർക്കു പകരം SK അബു സുഫിയാൻ, ആദിത്യ ഥാപ്പ എന്നിവർ ഇടം കണ്ടു. കൊൽക്കത്ത താരങ്ങളെ നന്നായി അറിയുന്ന മനോജ് ഡിഫൻസിൽ ഇല്ലാത്തത് കേരളത്തിൻ്റെ പ്രതിരോധത്തെ ബാധിച്ചു. മികച്ച പാസുമായി ബംഗാൾ താരങ്ങൾ കളം പിടിച്ചു. 2ാം പകുതിയിൽ പ്രസ്സിംഗ് ഗെയിമുമായി ബംഗാൾ കളം നിറഞ്ഞു. 75ാം മിനിറ്റിൽ റോബി ഹൻസ്ഡയെ വീഴ്ത്തിയതിന് ബംഗാളിന് കിട്ടിയ ഫ്രീ കിക്ക് അപകടമില്ലാതെ ഒഴിവായി. കളിയുടെ അവസാന സമയങ്ങളിൽ വങ്കനാടിൻ്റെ കടന്നാക്രമണമായിരുന്നു മൈതാനത്ത്. റിബിലാൽ മാണ്ഡിയയുടെ മുന്നേറ്റവും തുടർച്ചയായ 2 കോർണറുകളും കേരളം നെഞ്ചിടിപ്പോടെ അതിജീവിച്ചു. വാഹന ഉപഭോക്താക്കളായ സാധാരണക്കാർക്ക് ഇതാ ഒരു നിരാശ വാർത്തയാണ് വായിക്കാൻ പോകുന്നത്. മാഹി മേഖലയിലെ പള്ളൂർ, പന്തക്കൽ ഭാഗത്തെ പെട്രോൾ പമ്പുകളിൽ പുതുവർഷ തലേന്നായ ചൊവ്വാഴ്ച വൻ തിരക്കായിരുന്നു. പുതുവർഷാഘോഷവും മാഹിയിൽ ജനുവരി 1 മുതൽ ഇന്ധന വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലുമാണ് വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടായത്. ഇതിനു പുറമെ മൂലക്കടവ് കോപ്പാലത്തെ സ്വകാര്യ കമ്പനിയായ ജിയോ പെട്രോൾ പമ്പിൽ
പെട്രോളിനുള്ള ദീപാവലി ഓഫർ അവസാനിക്കുന്ന ദിവസമായിരുന്നു ചൊവ്വാഴ്ച. പള്ളൂർ, ചൊക്ലി, പാറാൽ, പന്തക്കൽ, മൂലക്കടവ് എന്നിവിടങ്ങളിലെ 11 പെട്രോൾ പമ്പുകളിലും ഇന്ധനത്തിനായി വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായി. വില വർധിക്കുന്നതോടെ പെട്രോളിന് മാഹിയിൽ 93 രൂപ 92 പൈസയും ഡീസലിന് 83 രൂപ 90 പൈസയുമായി മാറി. വില വർധനയ്ക്കു ശേഷവും കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാഹിയിൽ പെട്രോളിന് 11 രൂപ 97 പൈസയുടെ വ്യത്യാസവും ഡീസലിന് 11 രൂപ 1 പൈസയുടെ കുറവുമുണ്ട്. കൃത്യമായ നിരക്ക് ബുധനാഴ്ച രാവിലെ 6-ന് മാത്രമേ പെട്രോൾ പമ്പുകളിൽ ലഭ്യമാവുകയുള്ളൂ. വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. റിലയൻസിൻ്റെ പെട്രോൾ പമ്പുകളിൽ മറ്റു പമ്പുകളെ അപേക്ഷിച്ച് 2-3 പൈസയുടെ കുറവുണ്ടാകും. ഒരു മൂട്ടകടിയുടെ കൗതുക വാർത്തയാണ് അടുത്തതായി വായിക്കുന്നത്. വളർത്തുനായ കടിച്ചാൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ നിയമമുണ്ട്. എന്നാൽ മൂട്ട കടിച്ചാലോ? 1 ലക്ഷത്തിലധികം രൂപ നഷ്ടപരിഹാരം കിട്ടി മംഗളൂരുവിലെ ഒരു യുവതിക്ക്. ബസ് യാത്രയ്ക്കിടെ സീറ്റിൽ നിന്ന് മൂട്ട കടിച്ചതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ വിധി. ദക്ഷിണ കന്നഡ പാവൂർ സ്വദേശി ദീപിക സുവർണയ്ക്കാണ് 1,29,000 രൂപ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നഷ്ടപരിഹാരത്തിനായി നൽകാൻ വിധിച്ചത്. ബസ് ഉടമയും യുവതി ടിക്കറ്റ് ബുക്ക് ചെയ്ത റെഡ് ബസ് ആപ്പും ചേർന്നാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. സംഭവം ഇങ്ങനെ: ദീപികയും ഭർത്താവും റെഡ് ബസ് ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത് മംഗളൂരുവിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് സീബോർഡ് എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദുരനുഭവം ഉണ്ടായത്. കന്നഡ ചാനലിലെ റിയാലിറ്റി ഷോ ആയ രാജറാണിയിൽ മത്സരിക്കാനാണ് ഇരുവരും യാത്ര തിരിച്ചത്. നിന്ന് മൂട്ടയുടെ കടിയേറ്റു. ബസ് ജീവനക്കാരനോട് പറഞ്ഞപ്പോൾ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു. യാത്രയിലുണ്ടായ ഈ അസ്വസ്ഥത ദീപികയുടെ റിയാലിറ്റി ഷോ പ്രകടനത്തെ ബാധിച്ചെന്നും അത് ഷോയുടെ പ്രതിഫലം കുറയാൻ ഇടയാക്കിയെന്നും പരാതിയിൽ പറയുന്നു. അന്വേഷണത്തിനൊടുവിൽ 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 10,000 രൂപ നിയമച്ചെലവ്, 850 രൂപ ടിക്കറ്റ് ചെലവ്, 18,650 രൂപ പിഴ എന്നിവയടക്കം 1,29,000 രൂപ പരാതിക്കാരിക്ക് നൽകാനാണ് കോടതി വിധിച്ചത്. എന്താല്ലേ, മൂട്ട കടിച്ചാലും നഷ്ടപരിഹാരം. യമനി പൗരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയ്ക്ക് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ശിക്ഷയെക്കുറിച്ച് അറിവുണ്ടെന്നും നിമിഷപ്രിയയുടെ കുടുംബം വിവിധ സാധ്യതകൾ തേടുന്നതായാണ് മനസ്സിലാക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമനിലെ പ്രസിഡന്റ് അനുമതി നൽകിയതായി തിങ്കളാഴ്ച റിപ്പോർട്ടുണ്ടായിരുന്നു. യമനി പൗരനായ തലാൽ അബ്ദുമൈദിയെ 2017 ജൂലൈയിൽ നിമിഷപ്രിയയും കൂട്ടുകാരിയും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം വീടിനു മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്ന കേസിലാണ് വധശിക്ഷ നേരിടുന്നത്. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വ്യാഴാഴ്ച 10:30-ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. ബുധനാഴ്ച 5-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കും. മിനി പാകിസ്ഥാൻ പരാമർശം ബി.ജെ.പി പ്രതികരിക്കാത്തത് ആശ്ചര്യകരം. മുഖ്യമന്ത്രി കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് അധിക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ ബി.ജെ.പി മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നിലപാട് ബി.ജെ.പി നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ പ്രീണനമുണ്ട്, പക്ഷേ കേരളം മിനി പാകിസ്ഥാനല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ. കേരളം മിനി പാകിസ്ഥാനാണെന്ന മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണയുടെ വാദത്തിന് മറുപടിയുമായി ബി.ജെ.പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. വർഗീയ ഘടകങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടെന്നത് വസ്തുതയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കക്ഷി മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിക്കുന്നത് മുസ്ലിം പ്രീണനം നടത്തിയാണ് എന്നതും വസ്തുതയാണ്. എങ്കിലും കേരളത്തെക്കുറിച്ച് നിതീഷ് റാണ പറഞ്ഞതിനോട് യോജിക്കാനാവില്ല. കേരളം അത്തരമൊരു നാടല്ല, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ച് CPM നേതാവ്.
ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ ന്യായീകരിച്ച് CPM നേതാവ് P. ജയരാജൻ. 6 വർഷത്തിനു ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണുള്ളതെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു. സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന് തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. ഇത് പരിഗണിച്ചാണ് ജയിൽ മേധാവി 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിസുനിയുടെ രാഷ്ട്രീയത്തിൻ്റെ നിറം നോക്കാതെ പരോൾ അനുവദിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് ജയരാജൻ കുറിപ്പിൽ പറയുന്നു. പുതുവർഷത്തിൽ ശ്രീഹരിക്കോട്ടയിൽ 100ാം വിക്ഷേപണം. ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ NVS-02-നെയും വഹിച്ച് ജനുവരിയിൽ ഇന്ത്യയുടെ GSLV കുതിച്ചുയരുമ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ഒരു നാഴികക്കല്ല് കൂടി പിന്നിടും. ഇവിടെ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമായിരിക്കും ഇത്. SpaceX ദൗത്യത്തിനുള്ള പേടകങ്ങളും വഹിച്ചുള്ള PSLV റോക്കറ്റിൻ്റെ വിക്ഷേപണമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന അവസാന ദൗത്യമായിരുന്നത്. ഡിസംബറിലെ റേഷൻ ജനുവരി 2 വരെ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ജനുവരിയിലെ റേഷൻ 4 മുതൽ വിതരണം ചെയ്യും. ചങ്ങനാശ്ശേരി താലൂക്ക് ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ ഭക്ഷ്യധാന്യമെത്താൻ വൈകിയതിനെ തുടർന്നാണ് ആർക്കും റേഷൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ ക്രമീകരണം. നിക്ഷേപകൻ്റെ ആത്മഹത്യയെക്കുറിച്ചുള്ള വിവാദ പരാമർശം മാറ്റിപ്പറഞ്ഞ് MM മണി. കട്ടപ്പനയിലെ സഹകരണ സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകൻ സാബു തോമസ് ജീവനൊടുക്കിയ സംഭവത്തിലെ വിവാദ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് MM മണി MLA. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് LDFിൻ്റെ നയവിശദീകരണ യോഗത്തിലാണ് സാബുവിന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും വല്ല ചികിത്സയും നേടിയിട്ടുണ്ടോ എന്നും മറ്റുമുള്ള പരാമർശങ്ങൾ MM മണി നടത്തിയത്. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നപ്പോഴാണ് താൻ അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് MM മണി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ സാബുവിന് മാനസിക പ്രശ്നമുണ്ടായിരുന്നതായി പറഞ്ഞിട്ടില്ലെന്നും ഏതെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും MM മണി ചൊവ്വാഴ്ച വിശദീകരിച്ചു. പുതുവർഷ ആഘോഷത്തിനിടെ തൃശ്ശൂരിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. പുതുവർഷ ആഘോഷങ്ങൾ നടക്കുന്നതിനിടെ നഗരമധ്യമായ തേക്കിൻകാട് മൈതാനിയിൽ യുവാവ് കുത്തേറ്റു മരിച്ചു. പാലിയം റോഡ് ടോപ്പ് റെസിഡൻസിയിൽ എടക്കളത്തൂർ വീട്ടിൽ ജോൺ ഡേവിസിൻ്റെ മകൻ ലിവിൻ ഡേവിസ് 27 ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് പിടികൂടി. 14ഉം 15ഉം വയസ്സുള്ളവരാണ് പിടിയിലായത് എന്നറിയുന്നു. നെഞ്ചിൽ കുത്തേറ്റ ലിവിൻ ആശുപത്രിയിലാണ് മരിച്ചത്. തേക്കിൻകാട് മൈതാനിയിലെ വാട്ടർ ടാങ്കിന് സമീപത്തെ പടിയിൽ വച്ചാണ് സംഭവം. ചൊവ്വാഴ്ച രാത്രി 8:30-യോടെയാണ് കൊലപാതകം ഉണ്ടായത്. ഇവിടെ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 14ഉം 15ഉം വയസ്സുള്ളവർ ലിവിനുമായി തർക്കത്തിലേർപ്പെട്ടിരുന്നു. പിടിയിലായവർ ഈ പടിയിൽ ഇരിക്കുകയായിരുന്നുവെന്നും ലിവിനും കൂടെയുണ്ടായിരുന്നയാളും ഇതിനെ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും പിടിയിലായവരുടെ മൊഴി. തർക്കത്തിനിടയിലാണ് ലിവിന് കുത്തേറ്റത്. ലിവിനാണ് ആദ്യം കത്തി വീശിയത് എന്ന് പിടിയിലായവർ പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട 14ഉം 15ഉം വയസ്സുകാരെ പോലീസ് പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്നു വീണ് ഗുരുതരമായ പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. പാലാരിവട്ടം റിന്നെ മെഡിസിറ്റിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഉമാ തോമസ് ചൊവ്വാഴ്ച രാവിലെ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചു. ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കൈകളും കാലുകളും ചലിപ്പിച്ച് കാണാനെത്തിയ മക്കളായ വിഷ്ണു തോമസിനെയും വിവേക് തോമസിനെയും തിരിച്ചറിയുകയും ചലനങ്ങളിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. മരുന്നുകളോടും ചികിത്സയോടും പ്രതികരിക്കുന്നുണ്ട്. വാരിയെല്ലുകളുടെ ഒടിവുകളും ശ്വാസകോശത്തിനുണ്ടായ ക്ഷതവും ചതവും കുറച്ച് ദിവസങ്ങൾ നീളുന്ന തീവ്രപരിചരണ ചികിത്സയിലൂടെ മാത്രമേ ഭേദപ്പെടുകയുള്ളൂവെന്നും ഡോക്ടർ പറഞ്ഞു. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്റർക്ക് 111 വർഷം കഠിന തടവ്. +1 വിദ്യാർത്ഥിനിയെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുവരുത്തി പീഡിപ്പിച്ച ട്യൂഷൻ മാസ്റ്ററെ കോടതി വിവിധ വകുപ്പുകളിലായി 111 വർഷം കഠിന തടവിനും 1,50,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴയടക്കുകയില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കണം.
പ്രത്യേക പോക്സോ കോടതി ജഡ്ജി ആർ രേഖയാണ് ശിക്ഷ വിധിച്ചത്. കുട്ടിയുടെ സംരക്ഷകനാകേണ്ട അധ്യാപകൻ തന്നെ കുട്ടിയെ പീഡിപ്പിച്ചത് ന്യായീകരിക്കാനാകാത്ത കുറ്റമാണെന്ന് കോടതി വിലയിരുത്തി. മണക്കാട് സ്വദേശി മനോജാണ് കേസിലെ പ്രതി. പീഡനം നടത്തിയ വിവരമറിഞ്ഞ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്തിരുന്നു. 2019 ജൂലൈ 2 രാവിലെ 10 മണിക്കാണ് കുട്ടി പീഡനത്തിനിരയായത്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ പ്രതി മൊബൈൽ ഫോണിൽ കുട്ടിയുമായുള്ള പീഡന ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകൾക്ക് ജോലി കൊടുത്താൽ NGO പൂട്ടിക്കും താലിബാൻ. അഫ്ഗാനി സ്ത്രീകൾക്ക് ജോലി നൽകുന്നത് നിർത്തിയില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദേശീയ, വിദേശ സന്നദ്ധ സംഘടനകളും പൂട്ടുമെന്ന് താലിബാൻ. ഉത്തരവ് അനുസരിക്കാത്ത NGOകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് താലിബാൻ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ഭീഷണി. NGOകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ മന്ത്രാലയമാണ്. അഫ്ഗാനി സ്ത്രീകൾക്ക് ജോലി നൽകരുതെന്ന് 2 വർഷം മുൻപ് താലിബാൻ NGOകളോട് നിർദ്ദേശിച്ചിരുന്നു. സ്ത്രീകൾക്ക് താലിബാൻ അനുശാസിച്ചിരിക്കുന്ന വസ്ത്രധാരണ രീതി NGOകൾ പിന്തുടരുന്നില്ല എന്നതായിരുന്നു കാരണം. 2021 ഓഗസ്റ്റിൽ താലിബാൻ വീണ്ടും അധികാരത്തിലേറിയ ശേഷം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണ്. 6ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ പെൺകുട്ടികൾക്ക് അനുമതിയില്ല. ഇതോടെ ന്യൂസ് റീഡിംഗ് മലയാളത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ഗുഡ് ബൈ. ജീവിത തിരക്കുകൾക്കിടയിൽ വാർത്തകൾ വായിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? വാർത്തകൾ മിസ് ചെയ്യുന്നുവെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.